Everyone, welcome back to my channel. So today I'm going to show you how to make a delicious and spicy squid dish. ഈ സ്ക്വിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്നാണ് പറയുക, പല നാട്ടിലും വേറെന്തോ പേരും കൂടെ പറയുമായിരുന്നല്ലോ, കണവ. സോ ഈ ഡിഷ് കണവ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂന്തൽ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്. ഇതൊരു പോർച്ചുഗീസ് ഡിഷാണ്. ഇതിൻ്റെ പേര് ലുലാസ് പിക്കൻഡെ കോൺ കെബോലൻസ് വേർഡേ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഈ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ 2016 ഞാൻ +1 പഠിക്കുന്ന സമയത്ത്. യൂഷ്വലി അന്നത്തെ മാതിരി യൂട്യൂബ് ഭയങ്കര ഗംഭീരമായിട്ട് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആകെ റെസിപ്പി കിട്ടുന്നുണ്ടായിരുന്നത് വനിത മാഗസിനിൽ നിന്നായിരുന്നു. അപ്പോൾ നമ്മൾ യൂഷ്വലി മേടിക്കാറുള്ള ഒരു സാധനമാണ് വനിത. അങ്ങനെ വനിതയിൽ നോക്കിയ സമയത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേരുള്ള ഒരു റെസിപ്പി കിട്ടി, കൂന്തൽ വെച്ചിട്ടുള്ള ഈ സാധനം. അപ്പം അന്ന് എനിക്കിത് അറിയില്ലായിരുന്നു, പോർച്ചുഗീസ് ഡിഷാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കി നോക്കി, ബിക്കോസ് വളരെ കുറച്ച് സാധനം വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കിഷ്ടമായി, വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമായി. യൂഷ്വലി ഞാൻ ഉണ്ടാക്കുന്ന അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ലാത്ത കേസാണ്, പക്ഷേ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വീണ്ടും ഉണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ അത് മറന്നുപോയി. പക്ഷേ പേര് വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ഈ പേര് ഓർത്ത് പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റീസെൻ്റ്ലി ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഞാൻ വെച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നൊക്കെ പറഞ്ഞ് നോക്കുന്ന സമയത്ത് യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിളെടുത്ത് തപ്പി അങ്ങനെ വനിത മാസികയിലെ റെസിപ്പീസൊക്കെ നോക്കി. അങ്ങനെയൊക്കെ മനസ്സിലായി 2016-17 ആണെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി 2016 വനിത മാഗസിനിൽ വന്നിട്ടുള്ള റെസിപ്പിയാണിത്. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ തപ്പി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു പോർച്ചുഗീസ് ഡിഷാണ്. യൂഷ്വലി പോർച്ചുഗീസുകാർ ഈ ടച്ചിങ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണിത്. ആൻഡ് അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ വല്ല ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഈസി ആയിട്ട് ഒരു 15 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. സോ ലെറ്റ്സ് സ്റ്റാർട്ടഡ്. അപ്പം ഈ ഡിഷിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കൂന്തൾ, ഇത് 1/2 കിലോ ആണ്. ആൻഡ് ഉപ്പ് ആവശ്യത്തിന് എടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി ആൻഡ് വെളുത്തുള്ളി, ഇത് 1.5 ടേബിൾ സ്പൂൺ ആണ് രണ്ടും കൂടെ. പിന്നെ ഇത് 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ലൈക്ക് ചില്ലി ഫ്ലേക്സ്. പിന്നെ ലെമൺ ജ്യൂസ്, അതെനിക്ക് തോന്നുന്നു 2 ടേബിൾ സ്പൂൺ. ആൻഡ് ദെൻ പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, അത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കണം. അതേമാതിരി ഇതിൽ ഡിഷിലിട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ മാരിനേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കൂന്തലിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കും. ആൻഡ് ബാക്കിയുള്ള ചില്ലി ഫ്ലേക്സ് ഇടുക. ആൻഡ് ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നമ്മുടെ എരിവ് എന്താണോ അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതേ സെയിം അളവ് തന്നെ ഇടണമെന്നൊന്നുമില്ല. ആൻഡ് ചില്ലി, ഗാർലിക്ക്, ജിഞ്ചർ, സോൾട്ട് ആൻഡ് എല്ലാം കൂടെ മിക്സ് ചെയ്യുക, നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത്. ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് എടുത്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒലിവ് ഓയിലാണ്, ബിക്കോസ് ഇതൊരു പോർച്ചുഗീസ് ഡിഷാണല്ലോ. അപ്പം ആ ഒത്തൻറ്റിക് സിറ്റിയിൽ തന്നെ ഉണ്ടാക്കാച്ചിട്ടാണ് ഞാൻ ഒലിവ് ഓയിൽ എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിടുന്നു, വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈക്ക് ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ തിളച്ച് വരും. ആൻഡ് ദെൻ ഈ കൂന്തൽ ഇങ്ങനെ ചുരുളും, ലൈറ്റായിട്ട് ചുരുളാൻ തുടങ്ങും. ഇത് ഓവറായിട്ട് വേവിക്കേണ്ട, ഒരു 5 to 7 മിനിറ്റ്സ് ഇത് നന്നായിട്ട് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇതിടും, സ്പ്രിംഗ് ഓണിയൻ ഇടും. സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ്സ് നമ്മൾ വേവിച്ചാൽ മതി. അത്രേ വേവിക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ വേവിച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഭയങ്കര കട്ടിയായിട്ട് പോവും. അപ്പം കുറച്ച് ആ ഒരു ഒത്തൻറ്റിക് സാധനത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഓവർ വേവിക്കേണ്ടതെന്ന് പറയണത്. സോ ബിക്കോസ് ഇതൊരു വളരെ വേവ് കുറഞ്ഞിട്ടുള്ളൊരു ഫിഷാണ്. സോ യൂഷ്വലി ഫിഷൊക്കെ വളരെ വേവ് കുറഞ്ഞ സാധനങ്ങളാണ്. അപ്പം ഇത് അങ്ങനെയാണ് കഴിക്കുക. ആൻഡ് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്പൈസി ലെവൽ ഒക്കെ ആണോ, അതേപോലെ ഉപ്പുണ്ടോ, അങ്ങനെയുള്ള സാധനമൊക്കെ നോക്കുക. ആൻഡ് ലെമൺ, പുളി കുറച്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് ലെമൺ കുറച്ചുകൂടെ യൂസ് ചെയ്യാം. അതൊക്കെ നോക്കുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. നന്നായിട്ട് സോട്ട് ചെയ്യുക, എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ആൻഡ് ദെൻ നമ്മൾ ഇത് നന്നായിട്ട് അതിൻ്റെ ഒപ്പം ഒരു വെള്ളം ഉണ്ടാവും, ലൈക്ക് കൂന്തലെന്നുള്ള, അതൊക്കെ നന്നായിട്ട് വറ്റി ഒരു ഡ്രൈ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനെടുക്കുക. പിന്നെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ
ഇത് കുറച്ച് കഴിയുമ്പം ഇത് പൊട്ടിത്തെറിച്ച് വരാൻ വേണ്ടി തുടങ്ങും. സോ നമ്മൾ സൂക്ഷിച്ച് കണ്ടും ഉണ്ടാക്കുക. അപ്പം ഇത് അടച്ച് വെക്കണമെങ്കിൽ അടച്ച് വെക്കാം, ബിക്കോസ് ഈ ഒരു പോയിന്റിൽ അത് കുറച്ച് കൂടുതലായിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ സൂക്ഷിക്കും. സോ ദിസ് ഇസ് ടേസ്റ്റിംഗ് ടൈം. സോ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ് ഇത് വന്നു. നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമല്ലെങ്കിൽ ഇത്ര എരിവിടണ്ട. നല്ല എരിവാ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി സാധനം. ഒരു പുളിയുണ്ട്, എരിവുണ്ട്. പുളി എരിവാണ് പീക്ക് ലെവലിൽ. റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ബിക്കോസ് കഴിക്കാനൊക്കെ പറ്റും. നല്ലതാണ്. ആക്ച്വലി ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവാം എനിക്കും തോന്നുന്നു. ലൈക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിനേക്കാളും. സോ കൂടുതൽ മേടിച്ച് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ സംതിങ് വെറൈറ്റി, നൈസ് ടേസ്റ്റ്. എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ യു വിൽ ലവ് ഇറ്റ്. ഞാൻ ഭയങ്കര എരിവ് കഴിക്കാൻ ടോളറൻസ് ഉള്ള ആളല്ല, പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ കുറയ്ക്കുക കൂട്ടുക ചെയ്യാം കേട്ടോ. ഇതേ ലെവലൊന്നും ഇടണമെന്നില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ റെസിപ്പിയിലേക്ക് എത്തിച്ച് തന്നത്. സോ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്യാം. അങ്ങനെ വെറൈറ്റി ഡിഷുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കറിയെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. സോ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.